കൊടൈക്കനാലിലെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസമായിട്ട് ഇന്ന് അടുത്ത സ്ഥലങ്ങൾ തേടി ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. മുത്തിനെ അറിയത്തില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിക്കും മുത്തു വേറെ ലോകത്താണ്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അല്ലേ. നമ്മളിന്ന് ഗുണ കേവിലോട്ടുള്ള യാത്രയിലാണ്. ഗുണ കേവില് ഇന്ന് പോവാം. ഇന്നലെ ഗുണ കേവിന്റെ വഴി കൂടെയൊക്കെയാണ് പോയത്. പക്ഷേ നമ്മൾ കേറിയില്ല, സമയം കിട്ടിയില്ല. അത്യാവശ്യം നമ്മൾ ഇന്നലെ ഒരു സൈഡ് മൊത്തം കവർ ചെയ്തു. അവര് തന്നെ നമ്മളിന്നിപ്പോ അവിടെ ഗൈഡ്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇന്നലെ കാണാനുള്ള അത്യാവശ്യം സ്ഥലം മൊത്തം കണ്ടു തീർത്ത് എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇന്നിനി ഗുണ കേവിലോട്ട് പോകാം. ഗുണ കേവിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം തിരക്കായിരിക്കും. മറ്റേ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷം ഗുണ കേവ് മലയാളികൾ കൊടൈക്കനാലിനെ ഫേമസ് ആക്കി കിട്ടുന്നതാണ് ഇവിടെ എല്ലാരും പറയുന്നത്. ഫുള്ള് മലയാളികളാണ്. അതും ഗുണ കേവിന്റെ സൈഡിലോട്ടാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ നമ്മളൊരു 10 വണ്ടി റോട്ടിൽ കണ്ട അതിലെ 8 എണ്ണം എങ്ങനെയും മലയാളിയാണ്. KL വണ്ടിയാണ്. പിന്നെ ഒരെണ്ണം തമിഴ്നാട്, ഒരെണ്ണം തെലങ്കാനയോ കർണാടക അങ്ങനെ കാണും. തമിഴ്നാട് വണ്ടി ഉണ്ടാവും, തെലങ്കാന കുറവാണ്. എങ്കിലും മലയാളി KL ഒരു രക്ഷയില്ല. പയ്യന്മാര് മൊത്തം ഇവിടെ തന്നെ. മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് ബൈക്കിലൊക്കെ ഇങ്ങനെ വരെയാണ് പയ്യന്മാർ. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഒരുപാട് ലേറ്റായി. ഉറങ്ങാനും റൂമിലെത്താനൊക്കെ ഒരുപാട് ലേറ്റായി. പോകുന്ന വഴി അടുത്ത വിശേഷങ്ങളൊക്കെ കണ്ട് പോവാം. ഗുണ കേവിൽ എത്തിയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ കാണിക്കാം. വഴിയിലുള്ള വിശേഷങ്ങളും കാണിക്കാം. നാളത്തേക്കിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം നാളത്തേക്ക് റൂം റെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. ശനിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് ശനിയാഴ്ച ആളുകളെല്ലാം കയറും ഞായറാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞായറാഴ്ച കണ്ടിട്ട് ചിലപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പോകുന്നവരുണ്ടാവും, വൈകുന്നേരം മല ഇറങ്ങുന്നവരുണ്ട്. എനിക്ക് നേരത്തെ ഞാൻ ഇവിടെ കൊടൈക്കനാലിൽ വന്ന കുറെ കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചൊക്കെയാണ് നമ്മൾ ഇടയ്ക്കൊക്കെ റൂമൊക്കെ ഒപ്പിച്ച്. നല്ല തിരക്കാണ്. നല്ല ഇപ്പൊ സീസൺ ടൈമാണ് ഇവിടെ. പിന്നെ ചീപ്പായിട്ട് കിട്ടും റൂമുകൾ. പക്ഷെ അതൊക്കെ വളരെ മോശം അവസ്ഥയായിരിക്കും. നമുക്ക് ഫാമിലി ആയിട്ടൊന്നും താമസിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും റൂമൊക്കെ നോക്കി കയറി ഒക്കെ ആണെങ്കിൽ മാത്രം എടുക്കാവൂ. ചാടിക്കാൻ എടുക്കുകയും ചെയ്യും. അന്യായ ട്രാഫിക് ജാമാണ് കണ്ടില്ലേ. അതിൻ്റെ ഇടയിൽ അനാവശ്യ ഓവർടേക്കുകളുമായിട്ട് കുറേ ആളുകളും മലയാളികളും ഉണ്ട്. മലയാളികളാണ് അധികം. പക്ഷേ ഈ സൈഡിലെ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് നിർത്താനോ ഫോട്ടോ എടുക്കാനൊന്നും പെർമിഷൻ ഒന്നും ഇല്ല. നിങ്ങൾക്ക് കാണാം, അന്യായ ഭംഗിയാണ്. നല്ല മഴക്കോളുണ്ട് കണ്ടില്ലേ. ഇന്നലത്തെ ക്ലൈമറ്റ് അല്ലേ. ഇന്നലത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ചൂടായിരുന്നില്ലേ. ഞങ്ങൾ ഇടയ്ക്ക് AC ഇട്ടു. ഇവിടെ തന്നെ കൊടൈക്കനാലാന്ന് പറഞ്ഞാൽ നമ്മൾ AC ഇട്ട് കുറച്ചേരം വണ്ടി ഓടിച്ചു. നമ്മളെവിടെ പൂമ്പാറയില്ലേ, പൂമ്പാറയിൽ വെച്ചിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ ഞങ്ങൾ ഈ റൂട്ടിലാണ് വന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, ഗുണ കേവിൽ നമ്മൾ ഇന്നലെ ഇറങ്ങില്ല. കാരണം കുറച്ചും കൂടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് അടുത്തുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ഗുണ കേവിനുള്ളൂ. 8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ യാത്രയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് 10 മിനിറ്റ് ആണ്. നമ്മൾ 11 മണിക്കല്ലേ ഇറങ്ങി. ഇപ്പൊ ഏതാണ്ട് 1.5 മണിക്കൂർ നമ്മൾ ട്രാഫിക് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് അവസ്ഥ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിരക്ക്, ഭയങ്കരമായ തിരക്ക്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും തിരക്ക് എന്ന് വെച്ചാൽ അറിയാം. അത്രയും തിരക്ക്. നടന്നു പോയാലും പെട്ടെന്ന് എത്തിയാണ്. നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ സെക്കൻഡിൽ അനങ്ങിയാണ് വണ്ടി പോകുന്നത്. നിങ്ങൾക്ക് കാണാം. പക്ഷെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ് ഇന്ന്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വേറെ ലെവലായിരിക്കും. ഉച്ചയൊക്കെ കഴിഞ്ഞാൽ 4 മണി 5 മണിയൊക്കെ കഴിയുമ്പോൾ പറ്റിയാൽ നിങ്ങൾക്ക് ആ കാഴ്ചകളൊക്കെ കാണിച്ചാൽ നമ്മൾ ശ്രമിക്കും. നിങ്ങളുടെ ക്ലൈമറ്റ് ഉണ്ടല്ലേ, നല്ലൊരു മഴയ്ക്കുള്ള ഇതൊക്കെ ഉണ്ട്. ഇന്നലെ നല്ല തീയൊക്കെ ആയിരുന്നു ഇവിടെ, ഇന്ന് മഴയായി. മൊത്തം കാടെല്ലാം കത്തിപ്പോയായിരുന്നു. ഇന്നലത്തെ പോലെ അല്ല, ഇന്ന് നല്ല തണുപ്പുണ്ട്. ഇന്നലെ ഇത്ര തണുപ്പില്ല അല്ലേ. ഇന്നലെ തീയും ഒക്കെ ആയിരുന്നു. ഇന്നലെ വെയിലാണെങ്കിലും തണുപ്പുണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ അതിനേക്കാളും തണുപ്പ് ഇന്നാണ്. നല്ല തണുപ്പുണ്ടല്ല. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത്ര 1 മണിയാണിത്. 1 മണിയായിട്ടും 1 മണിയുടെ ഒരു ലുക്കും ഇല്ല. നമ്മുടെ ഇപ്പൊ വീട്ടിലൊക്കെ, നമ്മുടെ നാട്ടിലൊക്കെ 1 മണിയായാലും ഒരു രക്ഷയില്ല, ഇരിക്കാൻ പോലും പറ്റത്തില്ല. അമ്മാതിരി വൈകുന്നേരം 6 മണിയായാലും നല്ല. ഞാൻ ഷോപ്പ് അടച്ചിട്ട് വീട്ടിൽ കയറി 4 മണിക്കൊക്കെ ഇറങ്ങിയത്. കാരണം അവിടെ ചൂട് കാരണം ഇരിക്കാൻ പറ്റില്ല ഷോപ്പിൽ. പക്ഷെ 1 മണിയാണ്. 1 മണി കറക്റ്റ്. എത്ര മണിയായി? 12:50. കൊടൈക്കനാലിലെ 12:50 നിങ്ങൾ കാണുന്നത്.
8 മിനിറ്റ് യാത്രയ്ക്ക് വേണ്ടി വണ്ടി കയറി പോയിട്ട് ഒരു 15-20 മിനിറ്റ് ഒക്കെ നമുക്ക് ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ. 20 മിനിറ്റ് യാത്രയുടെ സ്ഥലമേ ഉള്ളൂ. ഏകദേശം ഇപ്പൊ ഒരു 1.5 മണിക്കൂറായി സ്ഥിരമായിട്ട് വണ്ടി ഇരിക്കുന്നു. കുറച്ച് മഞ്ഞുമൽ ബോയ്സിന്റെ അക്രമം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. റോട്ടിലോട്ട് ബാക്കിൽ നോക്കി കണ്ട, റോട്ടിൽ കിടന്നവര് എന്തൊക്കെയോ അക്രമങ്ങൾ കാണിക്കുകയാണ്. കുറെ മഞ്ഞുമൽ ബോയ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഒരാളുടെ ഉറക്കം കണ്ടോ, അവന് തണുപ്പൊക്കെ അടിച്ചത് സുഖമായിട്ട്. ഈ ഒരു ബെഡ് വാങ്ങിയതിന്റെ ഉപയോഗം ഇപ്പോഴാണല്ലേ. അതെ, ശരിക്കും വണ്ടി കിടന്ന് സുഖം ഉറക്കം, വേറെ ഒരാൾ ഇവിടെ കിടന്ന് കളി. ഇതാ മേല് കാണുന്ന അതിലാണ് നമ്മൾ വന്നത്. ഇപ്പോഴും ട്രാഫിക് ജാം ഉണ്ടല്ലേ. ഇതിൽ താഴെ കൂടെ പോയ പൂമ്പാറ നമ്മൾ ഇന്നലെ പോയ വഴി അല്ലേ. നമുക്ക് ഇതിലെയാണ് പോകാനുള്ളത്. നമ്മളിവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആ റോട്ടിൽ പോകും. നിരനിരാന്നിരിക്കുകയാണ്. അതെ, വണ്ടി ചില്ലറയൊന്നും അല്ല, ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ വളരെ ചെറിയൊരു ട്രാഫിക് ജാമിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് സൂം ചെയ്താൽ ഉണ്ടോ, അതിനകത്ത് ഇടയിൽ ഉണ്ടോ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ടോ, അതൊക്കെ വണ്ടികളാണ് ഉണ്ടോ. ഇനി നമ്മൾ അവിടെ എത്തണം, ഇങ്ങനെ പോയി അവിടെ എത്തണം. ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ പോയി. എത്ര ദൂരം ഉണ്ടെന്ന് ഏകദേശം ഇപ്പൊ ഇവിടുന്ന് 2.5 കിലോമീറ്ററും കൂടെ ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് ഗുണ കേവിലോട്ട്. ഈ 2.5 കിലോമീറ്റർ ഇങ്ങനെ തന്നെ ആവും. അതിനകത്ത് എന്തായാലും മാറ്റമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് തിരിക്കാനും പറ്റത്തില്ല, അതാണ് ഇവിടുത്തെ ഇഷ്യൂ. നമ്മൾ തിരിച്ചു പോകാന്ന് വെച്ചാൽ തിരിക്കാനുള്ള ഓപ്ഷൻ പെട്ടു. ഇത് ഏകദേശം നമ്മള് ഒരു 2 മണിക്കൂറിന് മേലായിട്ട് നമ്മള് വണ്ടിക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെ എത്തിയിട്ടില്ല. വെറും ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലെ കാര്യത്തിന് വേണ്ടിയിട്ട് 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട്. ഇനി പൈൻ ഫോറസ്റ്റ് ഇവിടുന്ന് 2 കിലോമീറ്ററാണ് പൈൻ ഫോറസ്റ്റിനുള്ളത്. അവിടെ അടുത്ത് തന്നെയാണ് ഗുണ കേവ്. ചില സ്ഥലങ്ങളിൽ ക്ലൈമറ്റിന് ചെറിയൊരു വ്യത്യാസം വരും. ചില സ്ഥലങ്ങൾ ഇവിടെ പല സ്ഥലത്തും നമ്മൾ 4 മണി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഇഷ്യൂ. ഇന്നലെ തന്നെ നമ്മൾ പോയൊരു സ്ഥലത്ത് ഗ്രീൻ വാലിയിൽ 4 മണി കയറ്റി വിട്ടില്ല. നമ്മൾ എത്തിയപ്പം 4:58 1 മണിക്കൂറൊന്ന് വൈകി. പക്ഷെ നമുക്ക് അറിയത്തില്ല. ഇന്ന് നമ്മൾ ഗ്രീൻ വാലിയിൽ പോകുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ പറ്റുമെങ്കിൽ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. തന്നെ 1:30 ആയി. ഇവിടെ തിരിച്ചിറങ്ങുമ്പോ എങ്ങനെ പോയാലും ഗ്രീൻ വാലി പോയിട്ട് അവിടുന്ന് മറ്റേ ലേക്ക് വ്യൂവും കൂടെ കാണുക എന്നുള്ളതാണ്. ലേക്കിന്റെ അടുത്ത് അവിടെ ലേക്ക് ഉണ്ട്, മെയിൻ കൊടൈക്കനാൽ മെയിൻ ലേക്ക് ഉണ്ട്. അവിടെ കൂടെ പോവാന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. നോക്കാം. നമുക്ക് ഇവിടുന്ന് ഇനി ഇതേ ട്രാഫിക് ആണെങ്കിൽ നമ്മൾ മേലത്തേന് 4 മണിയാവുമെന്നൊന്നും അറിയത്തില്ല. ആ പ്ലാൻ ഇവിടെയും എൻട്രൻസ് അല്ല ടൈം വൈകുന്നേരം 4 മണി വരെ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ നല്ല ഇതുള്ള സമയത്ത്, കോടയൊക്കെ ഉള്ള സമയത്ത്, മഴയൊക്കെ ഉള്ള സമയത്ത് വരണമെന്നാണ് നമ്മുടെ പ്ലാൻ. അടുത്ത പ്രാവശ്യം വരും, തീർച്ചയായും വരും അല്ലേ. ഒരു വട്ടം കൂടെ ഇനി വരും. ഗുണ കേവിന്റെ എൻട്രൻസിൽ പാസ്സൊക്കെ എടുത്ത് കയറി. പക്ഷെ മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ്. ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ടല്ലേ. പിന്നെ പുറകില് ഫുഡും കാര്യങ്ങളും കുറച്ച് റിലാക്സേഷൻ ഒക്കെ കിട്ടുന്ന കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ റിലാക്സ് ചെയ്യണമെങ്കിൽ നമ്മള് മണിക്കൂറാണെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാം. ഇവിടെ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിനാണെങ്കിൽ 50, കാറിന് 50, ഫോറിനേഴ്സ് ആവുമ്പോൾ 500 ആവും. ബസ്സിൽ വരുവാണെങ്കിൽ ബസ്സിന് 100 ആണെങ്കിൽ ഫോറിൻ സിറ്റിസണിന് അത് 1000 ആയിട്ട് മാറും. അങ്ങനത്തെ കുഴപ്പങ്ങളല്ല, അവിടുത്തെ റൂൾസ് ആണ്. അതെ, അതാണ്ട് കൊരങ്ങൻ ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ വന്നപ്പോ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇവിടെ നല്ല വെയിലാണ്. ഇവിടെ നല്ല വെയിലാണെങ്കിൽ തണുത്ത വെയില്. പുറത്ത് നല്ല തണുപ്പാണ് വെയിലാണെങ്കിൽ. ഇനി മുകളിലോട്ട് പോകണം. ബാക്കി വിശേഷങ്ങളൊക്കെ മുകളിലോട്ട് പോയിട്ട് ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഇങ്ങോട്ട് കയറിയപ്പോ കുറച്ചുകൂടെ നല്ല ക്ലൈമറ്റ് ആയി. അതെ. ആഹാ, അടുത്ത ബ്ലോക്ക് എത്തി. നമ്മൾ എത്ര മണിക്ക് വണ്ടി കയറിയതാണ്? 11 മണിക്ക് കയറിയതാണ്. ഇപ്പൊ 2 മണിയായി. 30 എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഇവിടുന്ന് 5ന്റെ മേലോട്ട് കയറാൻ പോലും പറ്റില്ല. കോട വരുന്നത് ഉണ്ടോ? ഇങ്ങനെ കോട ഇങ്ങനെ വന്നു തുടങ്ങി. അവിടെ മുകളിലൊക്കെ ഇങ്ങനെ മങ്ങി. താഴ്വാരത്ത് നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കോട കണ്ടോ? കോട ഹൈറ്റിലോട്ട് കയറും തോറും കോട കൊണ്ട് മൂടി. ലൈറ്റൊക്കെ ഫുള്ള് പോയി.
വണ്ടികളൊക്കെ കാണാൻ പറ്റാത്ത രീതിയിലോട്ടാവുന്നു. ഇതാണ് കൊടൈക്കനാൽ. കൊടൈക്കനാൽ വന്നിട്ട് ഇത് കാണാതെ പോകാൻ പറ്റില്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു. അതാണ്ട് പൈൻ മരങ്ങൾ. അപ്പൊ ഇനി ഗുണാക്കേവിലോട്ട് ഇനി പോകണം. പൈൻ മരങ്ങൾ അന്ന് അവിടെ നിന്ന് 2 കിലോമീറ്റർ എന്നൊക്കെയാണ് പറഞ്ഞത്. 2 കിലോമീറ്റർ ഇത്ര സമയം എടുത്തിട്ടാണ് ഒരു 2 കിലോമീറ്റർ നമ്മൾ എത്തിയത്. കോട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പോവും. അപ്പൊ അതിങ്ങനെ താഴേന്ന് വന്ന് ഇനി മുകളിലോട്ട് പോയി. ഇനി അടുത്ത വരും. ഇവിടെ നിന്ന് ചെന്നിറങ്ങുന്നത് ഗുണാക്കേവ് ആവണേന്നാണ് പ്രാർത്ഥന. 3 മണിക്കൂറായി വണ്ടിക്കകത്ത് കയറി കാണിക്കുന്നത്. കണ്ടോ, ഒരു 7 മിനിറ്റ് കൂടെ ഉണ്ട്. 7 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ ഇന്നത്തെ ദിവസം മൊത്തം വണ്ടിക്കകത്താവാനാണ് സാധ്യത. ഭയങ്കര മഞ്ഞ. ഈ കോട ചില സമയത്ത് അടിച്ചു കയറുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് സമയം പറഞ്ഞാൽ 2:13. 2:13 ഇവിടുത്തെ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പൊരിഞ്ഞ വെയിലായിരിക്കും. ഗുണാക്കേവ് ഇവിടെ നിന്ന് ഇനിയും 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത്. മഞ്ഞുണ്ടോ? മഞ്ഞിങ്ങനെ മഴത്തുള്ളികളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഇനിയും പോകണമെന്ന് വെച്ചാൽ ഏകദേശം 1/2 മണിക്കൂർ ഇനിയും വണ്ടിയിലിരിക്കണമെന്നാണ് അർത്ഥം. ഇങ്ങനെ വണ്ടികൾ കിടക്കുക. മഞ്ഞിങ്ങനെ വീഴുന്നതാണ് ഇത്. വെള്ളം ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ. മഴ, മഞ്ഞ്, നല്ല ക്ലൈമറ്റ്. എനിക്കൊന്നും മുകളിലോട്ട് കയറുന്തോറും ഇങ്ങനെ കോട കൊണ്ട് മൂടുവാന്ന് തോന്നുന്നു. നമുക്ക് മഴയും കോടയും. അങ്ങനെ 3 മണിക്കൂർ എന്നുള്ളത് ഏകദേശം 3.25 മണിക്കൂറിലേക്ക് എത്തി. ഇതുവരെ എത്തിയിട്ടില്ല. പൈൻ ഫോറസ്റ്റ് ആണ്. ഇത് റൈറ്റ് സൈഡ് കാണുന്ന പൈൻ ഫോറസ്റ്റ് ആണ്. ഇവിടുന്ന് ഇനി ശരിക്കും പറഞ്ഞ ഒരു 700 മീറ്ററും കൂടെ ഉണ്ട് ഗുണാക്കേവിലേക്ക്. പക്ഷെ എന്താണ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ, ഭയങ്കര മഴ. നമ്മൾ ഇതിന്റെ AC ഒക്കെ ഇട്ട്, കാരണം ഗ്ലാസ് കാണൂല, അല്ലെങ്കിൽ ഫോഗ് കയറിയിട്ടേ നമ്മൾ AC ഒക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ് വണ്ടിക്കകത്ത്. ഇത്രയും തണുപ്പത്ത് AC ഇടേണ്ട അവസ്ഥയാണ്. കാരണം വണ്ടിയുടെ ഗ്ലാസ് മൊത്തം കണ്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഫോഗ് പിടിക്കുന്നു. മഴയിലേക്ക് പോയേക്കും. ഭക്ഷണവും കഴിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. രാവിലത്തെ ഭക്ഷണം മാത്രമേ കഴിച്ചുള്ളൂ. ഇവിടെ ഭക്ഷണം ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്താൻ നോക്കി, പക്ഷെ പറ്റിയില്ല. കാരണം ഇങ്ങോട്ട് കേറാനുള്ള തിരക്കിന്റെ ഇടയിൽ അവിടെ വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലവും ഇല്ല. പിന്നെ അവിടെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത മുകളിലോട്ടുള്ളവരെ മുകളിലോട്ട് പറഞ്ഞു വിടുകയാണ് ഇത്. ഇനി പൈൻ ഫോറസ്റ്റിന് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത്, നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇതിപ്പോ ഈ മഴയത്ത് പുറത്തിറങ്ങണം. ഞങ്ങൾ 2 പേരും ജാക്കറ്റ് ഒന്നും എടുത്തില്ല. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഉണ്ട്. അതാണ് നമ്മള് ഇന്നലത്തെ ഒരു അവസ്ഥ വെച്ചിട്ടേ ഇവിടെ മഴയൊന്നും ഇല്ലല്ലോ. നമ്മള് ഇറങ്ങിയ സ്ഥലത്ത് ഇത്രയും രാവിലെ ചൂടായിരുന്നു അവിടെ. നിങ്ങള് വീഡിയോ നിങ്ങൾ കണ്ടല്ലേ, അപ്പൊ അവിടെ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളിങ്ങോട്ട് കേറി വന്നപ്പോ കാലാവസ്ഥ മാറി. പക്ഷെ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് നല്ല വെയിലായിരുന്നു. പിന്നെ ഹൈറ്റിലോട്ട് കേറുന്നോറും ഇത് മഴ ആവൂന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് ബാഗ് ഇന്നലെയൊക്കെ ബാഗ് കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മൾ ഒരു ദിവസം കൂടെ റൂം ടോപ്പ് ചെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്ത് ബാഗ് ചുമന്നുകൊണ്ട് നടക്കണ്ടല്ലോ വെറുതെ എന്നും പറഞ്ഞ് അവിടെ ഭയങ്കര സംഭവത്തിൽ ബാഗൊക്കെ വെച്ച് വലിയ സെറ്റപ്പിലൊക്കെ ഇറങ്ങി. പക്ഷെ മഴ പണി തന്നു. ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് നടക്കാം. എന്നാലും മക്കളെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നോക്കാം. അതുകൊണ്ട് അവിടെ കുറച്ച് ഹോട്ടൽസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഹോട്ടൽ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് രക്ഷപ്പെട്ട് ഫുഡ് കഴിക്കാം. 2:45 11 മണിക്ക് നമ്മൾ ഈ കാറിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയതാണ്. കാരണം നമ്മൾ ഇന്നലെ അവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ
ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയൊക്കെയാണ് വന്നത്. പക്ഷെ ഇത് അതുപോലും പറ്റിയിട്ടില്ല. വണ്ടി നിർത്തുന്നുണ്ട്, പക്ഷെ നമുക്ക് ഇറങ്ങാനോ ഒന്ന് നടക്കാനോ ഒന്നും പറ്റുന്നില്ല. നോക്കാം, താഴോട്ട് എത്തിയിട്ട്. ആളുകൾ വെറുതെ മഴ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാ സംഭവം എന്ന് വെച്ചാൽ ഈ ബസ്സും വണ്ടിയൊക്കെ ഒരുപാട് സ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ആളുകൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് മാക്സിമം ഉള്ള ആളുകളും നടക്കുന്നു, ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നടന്നു. എന്താ പറയുക, ഒരു ഇതിലങ്ങ് ആവേശത്തിന് ഇറങ്ങി നടന്നു. അന്നേരം അവിടെ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ചെറിയ മഴയല്ല, നല്ല ഫോഴ്സിലാണ് മഴ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ നനഞ്ഞ് എന്തായാലും നല്ല പനി പിടിക്കും, ഒരു സംശയം വേണ്ട. എല്ലാരും വെറുതെ ഇറങ്ങി നനയാണ്. കാരണം ആവേശത്തിന് നടന്നു പോയി തിരിച്ചു പോകാനും പറ്റത്തില്ല. ഇവിടെ കയറി നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു സെറ്റപ്പും ഇല്ല. ഈ മരത്തിന്റെ ഒക്കെ മൂട്ടി നിന്നാലും ഈ പൈൻ മരങ്ങളാണ്, അപ്പൊ അതിന്റെ ഇല കണ്ടില്ലേ, ഒരു പ്രത്യേകതരം ഇലയാണ്. അപ്പൊ ഇതിനകത്ത് എന്തായാലും വെള്ളം വീഴും. മറ്റുള്ള വലിയ ഇലകളുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, കുറെ അത് കവർ ചെയ്യും. പക്ഷെ ഇതങ്ങനല്ല, മഴ നനഞ്ഞേ പറ്റൂ. അപ്പൊ ഒന്നാമത് മഞ്ഞുമൽ ബോയ്സ് ഒന്ന് ഏരിയ ഫേമസ് ആക്കി വിടുകയും ചെയ്ത്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഇപ്പൊ ആളുകൾ വല്ല കൊടൈക്കനാലിൽ വരുന്നവര് മൊത്തം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ വരും. ഇന്നലെ ഞങ്ങൾ പോയപ്പോ നിങ്ങൾ കവർ ചെയ്തല്ലോ. അപ്പൊ അവിടെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പോയി. ഇന്ന് നമ്മുടെ ഒരു ദിവസം ഫുൾ യാത്ര മാത്രം. കാരണം ഇന്നിനി നമുക്ക് ഉറപ്പാണ് വേറെ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം എല്ലാം നമുക്ക് ഈ ടൂറിസ്റ്റ് ഏരിയകളിൽ മൊത്തം 4 മണി വരെയുള്ള എൻട്രൻസ്. നമ്മള് ലേറ്റ് ആയിട്ടാണ് റൂമിൽ പോകുന്നെങ്കിൽ നാളെയും കൂടെ സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം എന്നാലേ നമുക്ക് അത്യാവശ്യം ബാക്കിയും കൂടെ കവർ ചെയ്ത് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഒരു സൈഡ് ഒരു ഉൾപ്രദേശങ്ങൾ മാത്രമാണ് ഇന്നലെ പോയി കവർ ചെയ്തത്. അതെ, നമ്മള് മെയിൻ സിറ്റിക്കകത്തുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പോയിന്റ്സോ ഒന്നും കണ്ടില്ല. കാരണം നമ്മള് പിന്നെ ഉള്ളിൽ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത്. അതെ, പിന്നെ ഇനി റോസ് ഗാർഡൻ അങ്ങനെ കുറെ നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെ ഗോൾഫ് ക്ലബ്ബ്, റോസ് ഗാർഡൻ, ഇവിടെ കുറെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. ആളുകളുണ്ട്, മഴയത്ത് ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു സതിയാണ് മഴ ചെയ്തത്. ഇപ്പൊ പൈൻ ഫോറസ്റ്റിന്റെ ഏരിയ ആണ്. പൈൻ ഫോറസ്റ്റിന്റെ തന്നെ അവസ്ഥ ഇതാണ്. ഇനി ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പൈൻ ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ട് ടോയ്ലറ്റിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് ഇനി ഇവിടുന്ന് നമുക്ക് ഏതാണ്ട് ഒരു 500 മീറ്റർ കൂടെ പോയാലാണ് ഗുണ കേവ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. പൈൻ ഫോറസ്റ്റിൽ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. പൈൻ ഫോറസ്റ്റിന്റെ എൻട്രൻസ് ഒക്കെ അതാണ്. പക്ഷെ ഒരു കാര്യമില്ല, കാരണം മഴയത്ത് പൈൻ ഫോറസ്റ്റിന്റെ അടുത്ത് ഒരു ഫോട്ടോ പോയിട്ട് ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പോലും പറ്റൂല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ തന്നെ അവിടുത്തെ അങ്ങോട്ടുള്ള ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അപ്പോൾ അവിടെ തന്നെ ഭയങ്കരമായ ക്യൂ ഇപ്പോഴും ഉണ്ട്. ഇത് ഗുണ കേവിലോട്ടാണ് സകല ആൾക്കാർ. ഇവിടെ വേറെ ആർക്കും ഒന്നും കാണണ്ട. കൊടൈക്കനാലിൽ വരുന്നവർ മൊത്തം ഗുണ കേവിന് വേണ്ടി മാത്രമാണ് ഇല്ലേ കൊടൈക്കനാലിൽ വരുന്നത്. നമ്മള് താഴെ ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഗുണ കേവിലോട്ട് എൻട്രൻസ് ഇല്ല, കുറച്ച് മുന്നേ നിന്നിട്ട് നമുക്ക് കാണാന്നാണ് അവര് പറഞ്ഞത്. നമ്മള് ചെല്ലാത്തോണ്ട് നമുക്ക് അറിയാനും പറ്റുന്നില്ല. പോയിട്ട് ഇനിയിപ്പോ മഴ ആയതുകൊണ്ട് ഒട്ടും പറ്റത്തില്ലെന്നാ തോന്നുന്നത്. മഴ എന്ന് തോന്നാൻ മതിയായിരുന്നു. ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഴ അങ്ങോട്ട് മഞ്ഞ് കൊണ്ടങ്ങ് മൂടും. അത് നല്ലൊരു അന്തരീക്ഷമായിരിക്കും. നമ്മൾ അത് ഒരു എക്സ്പെക്ടേഷനിലാണ് ഇരിക്കുന്നത്. അത് കാണാം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. ആ മഞ്ഞ്, ആ കോട വന്നിറങ്ങുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും എന്നുള്ളൊരു ഇല്ലേ. ഓരോരുത്തര് പോകുന്നുണ്ടോ, ഒരു ഷീറ്റൊക്കെ വെച്ചോണ്ടൊക്കെ ഷീറ്റൊക്കെ ഒപ്പിച്ചോണ്ട ഒത്തൊരുമ. ഒരുമയുണ്ടെങ്കിൽ ഒലക്കയമേലും കിടക്കാന്ന് പറയുന്നത്. അങ്ങനെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കയമേലും കിടക്കാം. പോവാം. അവസാനം നമ്മള് ഗുണ കേവിലെത്തി. ഫൈനലി ബോർഡിന്റെ എടുക്കാൻ പറ്റിയിട്ടില്ല. ബോർഡിലല്ലോ കാര്യം. അതിലേക്കൂടെയൊക്കെയാണ് പോകുന്നത്. അവിടെ മറ്റാണ് ഗുണ കേവിൽ കയറുന്ന വഴി. അതാണ് കാണത്തില്ല, ഇറങ്ങി കാണിച്ചു കൊടുക്കാം. ഭയങ്കര തിരക്ക്.